ഹായ് ഹലോ. മൈസൂർ സന്ദർശിക്കുന്ന എല്ലാവരും ഒന്ന് പോയി കാണേണ്ട സ്ഥലം കേട്ടോ മൈസൂർ സൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളമെല്ലാം നിങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ബോട്ടിലല്ലാത്ത ഇതിൽ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലല്ലാതെ. പിന്നെ ഞാൻ ഇപ്പം മുമ്പ് കാണിച്ച വണ്ടി ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്തിട്ട് കാണാൻ പറ്റും. പക്ഷെ നടന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് പോയിരുന്ന് കാണാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണുന്നതായിരിക്കും. ഞാൻ ഈ മൈസൂർ സൂവിൽ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത്. പക്ഷെ ഇത് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. കാരണം ഞാൻ ഇതിന് മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ നിന്ന് ടൂർ പോയിരുന്ന മൈസൂരായിരുന്നു. അന്ന് ഞാൻ പോയി കണ്ട പല മൃഗങ്ങളും ഇപ്പം അവിടെ ഇല്ല. അന്ന് വെള്ളക്കടുവ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ വെള്ളമയിൽ. പക്ഷെ വെള്ളമയിൽ ഇത്തവണ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ട്, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വെള്ളക്കടുവ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജിറാഫുണ്ട്. ജിറാഫിനെ ഞാൻ കണ്ടിട്ടുള്ളതൊന്നും മൈസൂർ സൂവിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ വെറൈറ്റി തരം കൊക്കുകൾ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഒരു തിരുവനന്തപുരം സൂവിൽ ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഓൾമോസ്റ്റ് പക്ഷികളും ഇവിടെ കാണാനുണ്ട്, നമുക്ക് മൈസൂർ സൂവിൽ കാണാനുണ്ട്. പിന്നെ അതുപോലെ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ ഈ യാത്രയിൽ ഈ കണ്ട സൂവിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ സഹതാപമാണ് തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷം ചെല്ലും തോറും മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെതാണോ, അവരുടെ ആവാസ വ്യവസ്ഥയുടെ പ്രശ്നമാണോ, അതോ അവർ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രശ്നമാണോ, എന്താണെന്ന് നമുക്ക് ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ജസ്റ്റ് കണ്ട് പോരാ, അത്രേ നല്ലതേ ഉള്ളൂ. അല്ലാതെ എന്തുകൊണ്ടാണെന്നറിയില്ല, ക്രമേണ ഇത് കുറഞ്ഞു വരുവാണ്. പിന്നെ എല്ലാ തരം പക്ഷികളും, നമ്മുടെ പരുന്ത് വർഗ്ഗത്തിൽപ്പെട്ടതാവട്ടെ, കഴുകനാകട്ടെ, മയിൽ തന്നെ കണ്ടില്ലേ, ഇത് വെള്ളമയിൽ നിങ്ങൾ കണ്ടില്ല. എത്ര പേരവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇത് വെള്ളക്കടുവയെ കണ്ടവരുണ്ടെങ്കിലും പറയണം. പിന്നെ അന്നാകൊണ്ടയെ ഞാൻ അവിടെ പോയിട്ട് മൈസൂർ സൂവിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ എടുക്കാഞ്ഞത്. കാരണം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഓർമ്മയിലില്ല കണ്ടതായിട്ട്. പക്ഷേ ഞാനത് തിരുവനന്തപുരം സൂവിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. പിന്നെ സാധാരണ ജിറാഫിനെ ഞാൻ കണ്ടിട്ടുള്ളത് മൈസൂർ സൂവിൽ മാത്രമാണ്. അത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒന്നുമല്ല, പല വലിപ്പത്തിൽ, കുഞ്ഞത് മുതൽ അത്ര ഹൈറ്റിൽ വരെയുള്ള ജിറാഫ്. പിന്നെ പുള്ളിപ്പുലി, കടുവ, സിംഹം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രൗഢി ഉണ്ടല്ലോ, ഈ മൃഗങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഒരു ക്യൂട്ട്നെസ്സും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ആ ഒരു ഭംഗി കാണുന്നില്ല. ഇനി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ ശരി, അതിൻ്റേതായ മാറ്റങ്ങൾ അതിനുണ്ടാകും. പക്ഷെ എല്ലാം മെലിഞ്ഞ് ഉണങ്ങി കണ്ട ഈ പുലിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഈ പുള്ളി കണ്ടില്ലേ നിങ്ങൾ? നമുക്ക് കാണുമ്പോൾ ഒരു സഹതാപം തോന്നും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതിന് മുമ്പ് തിരുവനന്തപുരം സൂവിൽ മുമ്പ് ഞാൻ പോയ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. നല്ല ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും മുന്നോട്ട് പോകും തോറും ഈ മൃഗങ്ങളുടെ ഗണ്യമായ അവസ്ഥ കുറഞ്ഞ് സൂകളിൽ കണ്ട മാനുകൾ, ഇത് ഒത്തിരി മാനുകൾ, ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും മാനുകളുടെ ഇതിൽ താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്, എന്നാലും കുറവുണ്ട്. പിന്നെ സീബ്രേനെ കാണണമെങ്കിൽ നിങ്ങൾ മൈസൂർ സൂവിൽ തന്നെ പോകണം കേട്ടോ. വേറെ എവിടെ പോയാലും ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ മറ്റു സൂവിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആകെ 2-3 സൂവിൽ പോയിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ഞാൻ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ സൂവിലുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഹൈജീനിക്ക് അതെല്ലാം കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. കാരണം എല്ലാ സ്ഥലത്തും ഡസ്റ്റ്ബിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേസ്റ്റ് ഇടാനുള്ള പ്ലാസ്റ്റിക്കും അകത്തല്ലത്. കാരണം ഇവർ പ്രശ്നം വരുന്നുള്ള രീതിയിലാണ് ഇതെല്ലാം അവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മളടുത്തേക്ക് അവർ കയറ്റി വിടുള്ളൂ. അതിനൊന്നും പ്രോബ്ലം ഇല്ല. നിങ്ങളിത് നടന്ന് തന്നെ കാണുക. പിന്നെ ഒരുപാട് സ്പീഷീസുകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അതിൽ നേരിട്ടിട്ട് അറിയാത്ത ഒരുപാട് സ്പീഷീസുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുരങ്ങിൻ്റെ ജനസിൽപ്പെട്ടതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ എനിക്കറിയില്ല, കുറേ എണ്ണത്തിൻ്റെ ബോർഡുകൾ മാത്രം അവിടെ ഉണ്ട്. ഈ മൃഗങ്ങളൊന്നും അതിൽ കാണുന്നില്ല. അത് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. കുറേ ബോർഡുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ആളുകൾ അതിന് കാണാനുള്ള എന്താ അറിയുന്നില്ല. ഇനി ആളുകൾക്കത്
ഇനി അതെല്ലാം മരിച്ചിട്ട് പോയതാണോ അതോ ഇനി എന്തോ ആ ബോർഡ് പിന്നെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഇവിടെ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ജിറാഫുകൾ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ സീബ്ര, ഈ വെള്ളമയിൽ, ഇതെല്ലാം ഇവിടുത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും മൈസൂർ പോകുന്നവർ ഒരിക്കലെങ്കിലും മൈസൂർ സൂ പോയി കാണണം, കാണാതെ പോരുത്. കാരണം ഒത്തിരി നടക്കാനുണ്ട്, കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന ഒരു വിസ്തൃതിയിലുള്ളതാണ് മൈസൂർ സൂ എന്ന് പറയുന്നത്. പിന്നെ തത്തകൾ, ഒരു വെറൈറ്റി ഒരുപാട് തത്തകളുണ്ട്. നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.